ഭാരതത്തിന്റെ തെരുവുകളിൽ നിറഞ്ഞു നിന്ന നന്മമുഖം, കൽക്കട്ടയിലെ ചേരികളിൽ മാലാഖിയായി എത്തിയ നമ്മുടെ സ്വന്തം പാവങ്ങളുടെ അമ്മ മദർ തെരേസ. അമ്മ കാട്ടിത്തന്ന വഴിയെ നടന്ന അനേകം പേരുണ്ട്. എന്നാൽ ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയത് പോത്താനിക്കാട് ഗ്രാമത്തിലാണ്. രോഗികളെ തങ്ങളുടെ സ്വന്തമായി കണ്ട് തങ്ങളെ ആശ്രയിക്കുന്ന ഒരു പറ്റം രോഗികളെ ചേർത്ത് പിടിക്കുന്ന ബെഥനി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ആരാലും അറിയപ്പെടാത്ത എന്നാൽ ലോകമറിയേണ്ട നന്മകൾ നിറഞ്ഞ ഒരു ഭവനം, ബെഥനി ഷാലോം ഭവൻ. ഇന്ന് സുവർണജാലകം എത്തി നിൽക്കുന്നത് ഈ ഭവനത്തിലാണ്. സ്വാഗതം ചെയ്യാം ഈ ഭവനത്തിന്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ ജോസ്ന. സ്വാഗതം സിസ്റ്റർ. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? ഞാൻ അതിനോട് ചേർത്ത് നിർത്തി ചോദിക്കാം, പ്രാർത്ഥനയില്ലെങ്കിൽ ഇങ്ങനൊരു ഭവനത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയും കൃപയും ഉണ്ടെങ്കിലേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ? അതും രോഗികളായിട്ടുള്ള മരണാസന്നരായ രോഗികൾ എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം എങ്ങനെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? ഇവിടെ സാധാരണയായി ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഓരോ യാമങ്ങളിലുമുള്ള പ്രാർത്ഥന നിർബന്ധമായിട്ടുമുണ്ട്. അതിവിടെ മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ ഈ സ്ഥാപനത്തോട് വളരെ ആത്മാർത്ഥത കാണിക്കാറുണ്ട്. വിശുദ്ധ കുർബാന ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ രോഗികളെല്ലാവരും തന്നെ, സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കും. പിന്നെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വിശുദ്ധ കുർബാന അതിൽ പങ്കുചേരാൻ തക്കത രീതിയിലുള്ള ക്രമീകരണ സൗണ്ട് സിസ്റ്റം ഒക്കെ അവർ കിടക്കുന്ന സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് ജപമാല എല്ലാ ദിവസവും 2-3 ജപമാല ഒരുമിച്ച് ചൊല്ലുന്ന രീതിയിൽ ഇവിടുത്തെ ക്രമീകരണമുണ്ട്. അതിനകത്ത് രോഗികൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളവർ, ഇവിടെയുള്ളവരെല്ലാവരും അതിനകത്ത് പങ്കുചേരും. പിന്നീട് ഇവർക്ക് ഇടയ്ക്ക് ധ്യാനങ്ങൾ ക്രമീകരിക്കാറുണ്ട്, അതുപോലെ ആരാധന. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷം ഇവിടെ ക്രമീകരിക്കപ്പെടുന്നതിനാൽ തന്നെ ഈ ഇവരുടെ രോഗങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ അങ്ങനെ വലിയൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴുള്ള വലിയൊരു അനുഭവം. പരിശുദ്ധ അമ്മ ശരിക്കും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ? നമ്മൾ പരിശുദ്ധ അമ്മയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് ഇവരുടെ ഇടയിൽ ചെലവഴിക്കാൻ കഴിയുന്നത് തന്നെ ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയെ 2 രീതിയിൽ വിഭജിച്ചാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ ഇൻമേറ്റ്സിന്റെ കാര്യം അല്ലെ? ഇൻമേറ്റ്സിന് വിവിധ ജാതിയിൽപ്പെട്ടവർ ഉണ്ടാവാം ഇവിടെ. നിങ്ങളെല്ലാ മതസ്ഥരെയും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയിലൊരു ഐക്യം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമോ ഞങ്ങളോട്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇവിടെയുണ്ട്. നമ്മളിവരെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും പ്രാർത്ഥനയിലോട്ട് കൊണ്ടുവരാറില്ല. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവരത് പുറത്തു നിന്നൊക്കെ പങ്കുചേരും അല്ലെങ്കിൽ കേൾക്കും. പിന്നീട് അവരറിയാതെ തന്നെ ഈ ഒരു പ്രാർത്ഥനയിൽ കൂടിച്ചേർന്ന് അവർ തന്നെ ഇത് ലീഡ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ഒരു വലിയൊരു അനുഭവം. അപ്പോൾ അവർക്കും അത് നമ്മളാരെയും നിർബന്ധിക്കാതെ ചെയ്യുന്നതിനാൽ തന്നെ അവർക്കും വലിയൊരു ആശ്വാസം ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഭവത്തിൽ നിന്നാണ് അവരും ഈ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത്. സിസ്റ്ററെ, പ്രാർത്ഥനയെ ഞാൻ പറഞ്ഞല്ലോ 2ആയിട്ട് വിഭജിച്ച് ചോദിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇന്നുള്ളവർ നാളെ ഇല്ല എന്നൊരവസ്ഥയെ കൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? ചിലരൊക്കെ വന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ മരണം അവരെ നിത്യതയിലേക്ക് വിളിക്കുന്നു. ചിലർ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. കാരണം ഇവിടെ എത്തുന്നവർ മിക്കവാറും പേരൊക്കെ ക്യാൻസർ പേഷ്യൻസ് ആണ്. എല്ലാവരും 4th സ്റ്റേജൊക്കെ കഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഈ വിട പറയലുകൾ
ഒത്തിരിയേറെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ സ്റ്റാഫിനും സിസ്റ്റേഴ്സിനും ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരണം കാണുക എന്ന് പറയുന്നതിന് ഒത്തിരി സങ്കടകരമാണ്, നമ്മുടെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേറെ വിടപറയലുകൾ കാണാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങാൻ, അതൊക്കെ കാണാൻ മനസ്സുകൊണ്ടൊന്ന് ഒരുങ്ങാൻ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റാഫിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കുന്നത്? സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് വാർഷിക ധ്യാനം, അതുപോലെ തന്നെ പ്രെയർ ഡേയ്സ്, പിന്നെ ഇടയ്ക്കൊക്കെ ഇവരും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിനും അതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് സിസ്റ്റേഴ്സ് തന്നെ അവരെ ഫോം ചെയ്യുന്നുണ്ട്. മാത്രമല്ല സിസ്റ്റേഴ്സിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അവരെപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്, ഇത്രയും പേരെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ല മരണത്തിന് ഒരുക്കാനായിട്ട് കഴിഞ്ഞു, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ സിസ്റ്റേഴ്സ് കാണുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോവിൻസിൻ്റെ വളർച്ചയിൽ ഈ സ്ഥാപനം വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പരിപൂർണമായ വിശ്വാസം. കാരണം ഞങ്ങൾക്ക് എന്ത് നിയോഗമുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയുകയും ഇവിടെയുള്ള ഈ പ്രിയപ്പെട്ട മക്കൾ, രോഗികളായിട്ടുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും സിസ്റ്റേഴ്സും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ഒത്തിരി ഞങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേട്ട് നമ്മുടെ ആ നിയോഗങ്ങളൊക്കെ സാധിച്ചു തരുന്നവരാണ്. അപ്പം അതുകൊണ്ട് പ്രോവിൻസ് എല്ലാ സാഹചര്യത്തിലും ഇവിടെ ഒരു കുറവും വരാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ സിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ളൊരു സ്ഥാപനമായതിനാൽ തന്നെ എല്ലാവരോടും ഇടപെടാനും ഒരു സൗഹൃദമായൊരു അന്തരീക്ഷം ഇവിടെ സ്ഥാപിതം ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അപ്പോയിൻമെൻറ്റ് നടത്താറ്. അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്രോവിൻസിൻ്റെ ഭാഗത്തു നിന്ന് സിസ്റ്റേഴ്സിൻ്റെ ഓരോ സാഹചര്യത്തിലും വേണ്ട സപ്പോർട്ട് അതാത് കാലങ്ങളിലുള്ള പ്രൊവിൻഷ്യൽസ് മറ്റ് സിസ്റ്റേഴ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പം അതിനാൽ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ ഒരാളെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യാനുള്ളൊരു ആ ഒരു രീതിയാൽ തന്നെ സിസ്റ്റേഴ്സിന് കുറേയൊക്കെ ഒരു സമാധാനവും സന്തോഷവും ആശ്വാസവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ഒരു ഭാരപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കർത്താവ് ഉറപ്പായും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ട സഹിക്കുന്ന മക്കളെയാണ്. അതുകൊണ്ട് അടുത്ത എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഈ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും എങ്ങനെയാണ്? ഡോക്ടർ ആഴ്ചയിൽ വരുവാണോ അതോ നമ്മൾ വിളിക്കുമ്പോൾ വരുന്ന രീതിയാണോ? എങ്ങനെയാണ്? അതൊക്കെ ഒന്ന് പറയുമോ? ഞങ്ങൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങി 2006 മുതൽ 2005 ഇതിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നടത്തപ്പെടുന്നത്. 2006 മുതൽ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്, അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. എങ്കിൽ കൂടെയും അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ബുധനാഴ്ചയും സാറ് ഇവിടെ വന്ന് എല്ലാ രോഗികളെയും, അതോടൊപ്പം തന്നെ നമ്മൾ ഹോം കെയറിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും രോഗികൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സാറത് അവിടെ വന്ന് ആ രോഗികളെ നോക്കുന്നുണ്ട്. ഞങ്ങളൊരു ദൈവതുല്യമായൊരു സ്ഥാനമാണ് ഡോക്ടർ കമ്മത്തിന് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫ്, ഓമന നേഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും അവരുടെ സ്വന്തം ആളെ പരിചരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു രീതിയാണ്. പിന്നെ നമുക്ക് മറ്റ് സ്റ്റാഫുകളൊക്കെ ആവശ്യമുണ്ട് എങ്കിലും നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി പ്രതിസന്ധി നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകും തോറും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റാഫുകളെ എടുക്കാനുള്ള ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നതിനാൽ തന്നെ സിസ്റ്റേഴ്സ് ആ ഒരു റോളും കൂടി എടുത്ത് ചെയ്യുന്നതിനാൽ തന്നെ ഒരിക്കലും അവരൊരു ഭാരത്തോടു കൂടി ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ഭാരപ്പെടുത്താതെ അവർ തന്നെ അത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു ആശ്വാസം.
ബെഥനി ഷാലോം ഭവന്റെ സജീവ സാന്നിധ്യം, ഇവിടുത്തെ കൈത്താങ്ങ് ഡോക്ടർ രബീന്ദ്രനാഥ് കമ്മത്ത്. ഏറെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നത്. ഡോക്ടർ, ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയുന്നതിൽ. കാര്യം ഈ ഭവനം സ്ഥാപിതമായ അന്നു മുതൽ ഇന്ന് വരെ ഇവിടുത്തെ രോഗികളെ പരിപാലിക്കുന്നത് ഡോക്ടറാണ്. എനിക്കറിയാം ഡോക്ടറിന് അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവാം ഇങ്ങോട്ട് എത്തിച്ചേരാൻ. പക്ഷേ എനിക്കറിയേണ്ട കാര്യം, ഈ 17 വർഷം നീണ്ടു നിന്ന ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുവാനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ്. അല്ല, ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഒട്ടും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്നൊരു മേഖലയാണിത്. അത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം തന്നെ കേരളത്തിൽ അന്ന് അത്ര വ്യാപകമല്ല. കാരണം അവശരായി കിടക്കുന്ന രോഗികൾ പലതരത്തിൽ, ക്യാൻസർ മാത്രമല്ല മറ്റ് പല രോഗങ്ങളാലും അവശരായി കിടക്കുന്ന രോഗികളെ ആശുപത്രിയിൽ നിന്നും സാധാരണഗതിയിൽ ഇനിയൊന്നും ഒരു സർവീസ് ഇവിടെ നൽകാനില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്നുള്ളൊരു വാക്കാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ വീട്ടിൽ നോക്കാനുള്ള അറിവോ സാമ്പത്തിക ശേഷിയോ സമൂഹത്തിൻ്റെ ഒരു സഹായമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പലപ്പോഴും ഈ രോഗികൾ അവഗണിക്കപ്പെട്ട് വീടിൻ്റെ ഒരു മൂലയിൽ കിടക്കുക പതിവ്. വീട്ടുകാർക്കും അറിയില്ല എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയാണ് എൻ്റെ മേഖല. ഒരു തോന്നൽ ഉള്ളിലേക്ക് വന്നു. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സൊക്കെ ആരംഭിക്കുന്നത്. അത് കോഴിക്കോടാണ്. കോഴിക്കോട് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര താല്പര്യം തോന്നി. കാരണം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ അവിടെ അതിഗംഭീരമായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെയാണ് തീരുമാനിച്ചു. കോഴ്സെല്ലാം കഴിയുമ്പോഴത്തേക്കും യാദൃച്ഛികമായിട്ടെന്ന് പറയാം, പോത്താനിക്കാട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടൊരു താല്പര്യം സിസ്റ്റർമാർക്കുണ്ടാവുകയും ഞാൻ ഈ ട്രെയിനിങ് എടുത്ത പാലിയേറ്റീവ് സെൻറ്ററിൽ നിന്ന് തന്നെ അവർക്കൊരു എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഡോക്ടർ കൊണ്ടുപോയ ഒരു അനുഭവം എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ബെഥനി സിസ്റ്റേഴ്സുമായിട്ട് ഞാനിവിടെ എത്തിയ ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, ഒത്തിരി നന്മ നിറഞ്ഞ സ്നേഹമുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതിനെപ്പറ്റി ഡോക്ടർ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? പാലിയേറ്റീവ് മേഖല തന്നെ സത്യം പറഞ്ഞാൽ ഒരു മെഡിക്കൽ മേഖലയല്ല. മെഡിക്കൽ മേഖലയിൽ നിന്നും കൈയൊഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് എന്ന് പറയുന്നത്. വാക്കിൻ്റെ അർത്ഥം തന്നെ പുതപ്പ് എന്നാണ്. പാലിയം എന്ന വാക്കിൽ നിന്നാണ് പാലിയേറ്റീവ് കെയർ വന്നത്. പുതപ്പിക്ക് രണ്ടർത്ഥത്തിലാണ് ആ പുതപ്പ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ലക്ഷണങ്ങളെ മൂടിക്കിടത്തുക എന്നുള്ളത്. 2, രോഗിക്ക് കംഫർട്ട് കൊടുക്കുക എന്നുള്ളത്. രോഗിയുടെ ശേഷിച്ച ആയുസ് സുഖകരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർക്ക്, എന്നാൽ അധികം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ബെഥനിക്ക് താരതമ്യം ചെയ്യാൻ മറ്റൊരു മേഖലയില്ല കേരളത്തിൽ, എൻ്റെ അറിവിലില്ല. പാലിയേറ്റീവ് സെൻറ്ററുകളുണ്ട്, പാലിയേറ്റീവ് സേവനങ്ങളിപ്പം സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഫ്രാഗ്മെൻറ്റഡ് ആണ്. സ്ഥാപനത്തിൽ ഇത്തരത്തിൽ സേവനം നൽകുന്ന, ഇത്രയും ഇഫക്റ്റീവായിട്ട് സേവനം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ആശുപത്രിയല്ല, ഇത് ഒരു സേവന കേന്ദ്രം മാത്രമാണ്. സിസ്റ്റർമാരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കാരണം അവർക്ക് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല, മറ്റ് അജണ്ടകളില്ല എന്നുള്ളത് അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് അവരുടെ സാമീപ്യം പോലും ഇവർക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ്. ഇവിടെ യാതൊരു നിബന്ധനകളും ഇല്ലാതെയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് പോലും ഭക്ഷണം കൊടുക്കുകയും അവർക്ക് യാദൃച്ഛികമായി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് നൽകാനുള്ള സംവിധാനം വരെ ഇവിടെയുണ്ട് എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് പൂർണ്ണമായ ഒരു യോജിപ്പിലാണ് എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇൻമേറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഡോക്ടർ പലരെയും ഇവിടെ വരുന്ന ഒരു സ്റ്റേജിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള സ്റ്റേജിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊരു മെൻ്റലി ഒരു വളരെ പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇത്തരം രോഗികളെ ഒരു സ്ഥാപനത്തെ സമീപിക്കുന്നത് തന്നെ സത്യത്തിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാൻ വഴിയില്ല. കാരണം അപരിചിതരായ ആളുകൾ, അപരിചിതരായ അന്തരീക്ഷം, അതുകൊണ്ട് എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ? ഇത്തരം രോഗികൾക്ക് എപ്പോഴും ആ ആശങ്കയാണ് അവരെ ഹോണ്ട് ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ എന്തായിത്തീരുന്നത്. അതിനൊരു മറുപടി എന്തായാലും ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം അങ്ങനെ ഭാവിയെക്കുറിച്ചൊരു ആശങ്കപ്പെടാനുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഇല്ല. ഓരോ ദിവസവും കടന്നു പോകുന്നത് സന്തോഷത്തോടെ ആയതുകൊണ്ട് അവർക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല.
ഞാനിവിടെ സുരക്ഷിതനായിരിക്കും അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു തടസ്സമുണ്ടാകില്ല എന്നൊരു ഫീലിംഗ് അവർക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയുടെ ആ ഒരു ഡിഗ്രി കുറയുകയും അതുമൂലം ഉണ്ടാകുന്ന വേദനകളെല്ലാം അവർക്ക് കുറയുകയും ചെയ്യും. കാരണം ഈ വേദനയ്ക്ക് ഒരിക്കലും ശാരീരികമായ ബുദ്ധിമുട്ട് മാത്രമായിരിക്കില്ല അടിസ്ഥാനം. മാനസികമായിട്ട് വേദന വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആശങ്ക, ഇത് എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും, എന്നെ ആര് സഹായിക്കും എന്നുള്ളൊരാശങ്ക കൂടി ഉണ്ടെങ്കിൽ ആ വേദന നമുക്കുള്ളതിനേക്കാൾ വളരെ അധികം ആയിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എലമെൻറ്റ്സ് എല്ലാം ഇതിൽ നിന്ന് ഒഴിയുമ്പോൾ തന്നെ അവരുടെ ഫിസിക്കൽ പെയിനും സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരാറുണ്ട്. സഹിച്ചേട്ടാ എന്തോ ഒത്തിരി സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത്? വളരെ സന്തോഷമാണ്. എനിക്കറിയാം ഈ ശാലവും ഭവനം എന്ന് പറയുന്നത് സഹിച്ചേട്ടൻ്റെ ഒരു വീട് പോലെയാണ്. അപ്പോൾ ഈ ഭവനത്തിലേക്ക് വന്നു ചേർന്ന ആ ഒരു സാഹചര്യവും ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് ശരിക്കും വാഗമണ്ണാണ്, ഇടുക്കി ജില്ലയിലെ. ഞാനൊരു പെയിൻ്ററായിരുന്നു. അപ്പോൾ ജോലിക്കിടയിൽ നില ഒടിഞ്ഞു വീണതാണ് 2011. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് എനിക്കൊരു ഊഹമില്ലായിരുന്നു പുതിയൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക്. പക്ഷെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളിലും ഒരുപാട്, ഞാൻ ആഗ്രഹിച്ചതിനേക്കാളിലും എൻ്റെ വീട്ടിലെ ഒരു സിറ്റുവേഷനേക്കാളും ഒരുപാട് വളരെ നല്ലൊരു സ്ഥാപനമാണിത്. ഇവിടെയുള്ളവരും ഇവിടുത്തെ സ്റ്റാഫും സിസ്റ്റേഴ്സും എല്ലാവരും ഭയങ്കര സഹകരണമാണ്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്, സാധിച്ചു കിട്ടുന്നുണ്ട്. അതിന് വലിയൊരു കാരണം. ഏത് ആഘോഷമാണേലും എല്ലാ ദിവസങ്ങളും ഓരോ ഓർമ്മകളാണ്. എങ്ങനെയാ ഇത്രയും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്? അല്ലേ, നമുക്ക് സങ്കടപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഞാൻ ചേട്ടനെ വന്നപ്പോൾ കണ്ടപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ചേട്ടൻ നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഒപ്പം ചുറ്റിനും ഉള്ളവരെ സന്തോഷിപ്പിച്ചുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? പ്രാർത്ഥന ഒരു വലിയ ശക്തിയായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ സ്ഥാപനത്തിൽ ഞാൻ ഇതിനു മുമ്പ് വേറെ സ്ഥാപനങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഒരു ആത്മീയ അന്തരീക്ഷമാണ്. അപ്പം നമുക്ക് നമ്മളെ തന്നെ പോസിറ്റീവ് ചെയ്യിക്കാൻ ഇവിടുത്തെ അന്തരീക്ഷം നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മാത്രമല്ല, നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലും പങ്കുവെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പരമാവധി ഞാൻ ഫുൾ ടൈം വീൽ ചെയറിലായിരിക്കും. അപ്പം കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എത്രമാത്രം ആകുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഈ ഒരു ഭവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞുള്ള ജീവിതവും അതിന് മുമ്പുള്ള ജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിൽ ആ വ്യത്യാസത്തെ ചേട്ടൻ എങ്ങനെയാണ് ഒന്ന് താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ ഞാൻ പറയുവാണെങ്കിൽ എങ്ങനെയാണ് ചേട്ടന് തോന്നുന്നത്? വീട്ടിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലാകുമ്പോഴത്തേക്ക് രാവിലെ എണീക്കുക, കഴിക്കുക, പിന്നെ എന്തെങ്കിലും TV കാണുക, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഫോണിൽ തോണ്ടി, ഇതൊക്കെ തന്നെയായിരിക്കും. ഇവിടെ ഉള്ളവർ കുറേ പേരുണ്ട്. അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളികളാകാൻ പറ്റും. പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സ്, അവരെയൊക്കെ നമുക്ക് ഒരുപാട് വലിയ വലിയ ആളുകളായിട്ട് സംസാരിക്കാനും അവരോട് ബന്ധപ്പെടാനും സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഇവരെയൊക്കെ ദൂരെ നിന്നുള്ള പരിചയമുള്ളൂ സിസ്റ്റേഴ്സിനൊക്കെ. അപ്പോൾ ഇവർക്ക് അവരെ അടുത്തറിയാനും അവരുടെ സ്നേഹവും പരിലാളനമൊക്കെ അനുഭവിക്കാനുള്ളൊരു ഭാഗ്യവും കൂടിയാണ് ഈ ഒരു വീഴ്ചയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത്. അതൊരു വലിയൊരു അനുഭവമാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനും അവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്ന് ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് ഇവരെ കാണിച്ചു തരുന്നുണ്ട്.
സിസ്റ്ററെ, ഈ ഭവനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇപ്പം മരുന്ന് ആവശ്യമുള്ള അനേകം പേരുണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി വില കൂടിയ മരുന്നുകളൊക്കെ ആവശ്യമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പം ഈ മരുന്നിൻ്റെ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പരിപാലന മാത്രമാണ് ഇവിടെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംഭരണിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 ഈ വചനമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ഞങ്ങൾക്ക് ഓരോ ദിവസവും തമ്പുരാൻ്റെ ഒരു കരുണ കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രമാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. ഭവനങ്ങളിലെ ആഘോഷവേളയിലും ഈ സ്ഥാപനത്തെ ഓർക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവിടെ വിവാഹ ആഘോഷങ്ങൾ പലപ്പോഴും ഇവിടെ വന്ന് അവർ ആഘോഷിക്കാറുണ്ട്. ജന്മദിനത്തിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ അവർ ഇവിടെ വന്ന് ഈ മക്കളോടൊപ്പം ആഘോഷിക്കുകയും ആ ആഘോഷത്തിൽ ഈ മക്കളെയും പങ്കാളികളാക്കുന്ന ഒത്തിരി വ്യക്തികൾ ഇവിടെയുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ അത് കണ്ടറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന വ്യക്തികളും ഈ നാട്ടിലും ചുറ്റുപാടും ഞങ്ങൾ അറിയുന്നവരും വിദേശത്തുള്ളവരും ഉണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ നമുക്ക് പുതിയതായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം സ്ഥിരമായ ഒരു വരുമാനം ഞങ്ങൾക്കില്ല. ഓരോ മാസവും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ആ നന്മയും സമ്പത്തും മാത്രമാണ് ഞങ്ങളുടെ സമ്പത്ത്. മറ്റുള്ളവർ മനസ്സ് വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ധാരാളം രോഗികളെ ഇവിടെ എടുക്കുവാനും അവർ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടതായ ശുശ്രൂഷകളും പൂർണ്ണതയിൽ ചെയ്തു കൊടുക്കാനും ചില സാഹചര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് പറ്റുന്നില്ല. സ്റ്റാഫിനെ ആയാലും രോഗികളുടെ കാര്യത്തിന് വേണ്ടി കൂടുതൽ എടുക്കാനായിട്ടും സാധിക്കാതെ വരുന്നത് സ്ഥിരമായ ഒരു വരുമാനം ഇല്ലാത്ത കാരണം. പക്ഷെ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. വേദനിച്ചിരിക്കുന്ന നിമിഷങ്ങളിലും മാലാഖമാരെ അയച്ച് ഈ സ്ഥാപനത്തിന് പ്രകാശമായി എത്തുന്ന ഒത്തിരി വ്യക്തികളെ ഞങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അതിഭയങ്കരമായ ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഞങ്ങളുടെ മക്കൾ തന്നെയായാലും ഞങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഉടനെ പറയും, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മയോട് അവർ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ജപമാല അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങളും അവരവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ സത്യം പറഞ്ഞാൽ അവരെന്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അതുമായി ആ നിമിഷങ്ങളിൽ തന്നെ ഈ ഗേറ്റ് കിടന്ന് വരുന്ന ഒത്തിരി നല്ല മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചുമതലപ്പെട്ടവരായാലും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് വേദനിച്ച് ദേവാലയത്തിലും നിത്യ ആരാധനയുടെ മുമ്പിലും ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ദേവാലയം വിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങളെ കാത്തു നിൽക്കുന്ന, ഞങ്ങളെ സഹായിക്കാനായിട്ട് വരുന്ന വ്യക്തികളെയും ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. ദൈവം നടത്തുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിലുള്ള മക്കളും. ഒരിക്കലും വേദനിച്ചാലും അതിന് ഇരട്ടിയായ ആനന്ദവും സമാധാനവും ഞങ്ങൾക്ക് നൽകുന്ന ഈശ്വരന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരനുഭവമാണ് ഈ സ്ഥാപനത്തിൽ ജീവിക്കുമ്പോഴും ഈ സ്ഥാപനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം. ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്ന മക്കളെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈശോ ഇത്ര അധികം നിങ്ങളെ പരിപാലിക്കുന്നത്. തീർച്ചയായിട്ടും. സ്വർഗസ്ഥനായ ദൈവമാണ് ഇവിടം കാക്കുന്നതും ഇതിന് സഹായം എത്തിക്കുന്നതും. ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന തിരുവചനമാണിത്. എന്നെ ഏറെ സ്പർശിച്ച വചനവും. വിമർശനങ്ങളും അവഹേളനങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും ദൈവതിരുസന്നിധിയിൽ ഇതൊക്കെ വിലപ്പെട്ടതാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന മദർ തെരേസയുടെ സ്വന്തം കുറേ സിസ്റ്റേഴ്സ്, ബെഥനി സിസ്റ്റേഴ്സ്. ബെഥനി ഷാലോം ഭവൻ എന്ന ഈ ഭവനം എന്നും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ഇവിടെ നിലനിൽക്കും. ഈ ഭവനത്തെ ചേർത്ത് പിടിക്കുന്ന നന്മയുള്ള നല്ല മനസ്സുകളുടെ സംഭാവനയാണത്. സ്നേഹത്തോടെ ഞങ്ങൾ ഈ അധ്യായം പൂർത്തീകരിക്കുന്നു.
സുവർണജാലകത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണും വരെ സന്തോഷത്തോടെ ആയിരിക്കാം, പ്രാർത്ഥനയിൽ ഈശോയോടൊത്തായിരിക്കാം. നന്ദി.